ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ പ്ലസ് നാളെ എന്ന് പറയുന്നത് ഒരു ന്യൂ വീക്ക് ആയതുകൊണ്ട് തന്നെ വീക്ക്ലി അനാലിസിസ് വീഡിയോ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ആ പേജ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്നൊരു പേജാണ്. മോസ്റ്റ്ലി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം ബൈ ചെയ്യുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് ബൈ ചെയ്താലേ പറ്റൂ. കാരണം കുറേ ആൾക്കാർ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് സ്ട്രക്ചർ റീഡ് ചെയ്യാനും ഇപ്പോൾ അവർ സ്ട്രക്ചർ റീഡ് ചെയ്ത കാര്യം തന്നെ റൈറ്റ് ആണോ റോങ് ആണോ എന്നവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ റീഡ് ചെയ്യാൻ SMC ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ SMC ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ബൈ ചെയ്യാൻ പറ്റും. അതേപോലെ ICT ബേസ്ഡ് ആയിട്ടുള്ള അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ICT ബേസ്ഡിലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ICT ബേസ്ഡിലോട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതേപോലെ പ്രൈസ് ആക്ഷൻ രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രൈസ് ആക്ഷൻ രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബൈ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൽ ബൈയും സെല്ലും സിഗ്നൽ തരുന്ന, ബൈ ആൻഡ് സെൽ സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ അല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസും ബ്രേക്കർ ബ്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസും തരുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ട്രഡീഷണൽ വേ ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള മൂവിങ് ആവറേജ്, RSI ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ആദ്യം നോക്കേണ്ടത് വീക്ക്ലി പെർസ്പെക്റ്റീവിലാണ്. എന്ന് പറഞ്ഞാൽ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എന്ത് നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ചതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നാളെ എന്നല്ല കമ്മിങ് വീക്കിലേക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് വീക്ക്ലി പെർസ്പെക്റ്റീവിൻ്റെ സൈഡിലോട്ടാണോ ഇനി വരാൻ പോകുന്നത്, എന്ന് പറഞ്ഞാൽ ബെയറിഷ് സ്ട്രക്ചറിലോട്ടാണോ മാർക്കറ്റ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡെയിലി സ്ട്രക്ചറായിട്ടുള്ള ബുള്ളിഷ് സ്ട്രക്ചറിലോട്ട് മാർക്കറ്റ് വരാനാണോ കൂടുതൽ ചാൻസ് എന്ന് കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീക്ക്ലിയിൽ നാളത്തേക്ക് നോക്കിയാൽ മതി. നമുക്കിനി കറക്റ്റായിട്ടുള്ള നാളത്തേക്കുള്ള മെയിൻ ആയിട്ടുള്ള ലെവൽസിലോട്ട് വരാം. ഏതൊക്കെ ലെവൽസിലായിരിക്കാം മാർക്കറ്റ് മോസ്റ്റ്ലി മൂവ്മെൻറ്റ്സ് തരാനുള്ളത്, അതേപോലെ മാർക്കറ്റ് കൂടുതൽ ടൈം ട്രേഡ് ചെയ്യാനുള്ളത് എന്നുള്ള ഏരിയാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ആ ലെവലിൻ്റെ 23,591 പറഞ്ഞൊരു ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ചിലപ്പം ഷാർപ്പായിട്ട് മുകളിലോട്ട് പോയതിന് ശേഷം മാർക്കറ്റിന് ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് വരാനുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. കാരണം കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിന് ചിലപ്പോൾ അവരെ ട്രാപ്പ് ചെയ്ത് അപ്സൈഡിലോട്ട് പോയിട്ട് അവരുടെ എല്ലാം ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പോകുന്ന ആൾക്കാർ വീണ്ടും ഇവിടെ കാണുമ്പോൾ സെല്ല് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ടേക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയയോ അതിന് മുകളിലോട്ടുള്ള ഇവർ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുത്ത് വെച്ചേക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകൾ എവിടെയാണോ അവർ കീപ്പ് ചെയ്തത്, ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ടൈമിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഡൗൺ സൈഡിൽ വരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്ന ഏരിയ ഈ ഒരു ഏരിയ ആയിരിക്കും. ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയുടെ ഡൗൺ സൈഡിൽ മാർക്കറ്റിന് വേണമെങ്കിൽ ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയാസ് നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാത്രം മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ എക്സാക്ട്ലി എല്ലാ ലെവൽസും ഒന്നും കൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. 23,819 എന്ന് പറഞ്ഞ ലെവല്, അതേപോലെ 23,592 എന്ന് പറഞ്ഞ ലെവല്, അതേപോലെ 23,513 എന്ന് പറഞ്ഞ ലെവലാണ്. ഡൗൺ സൈഡിലോട്ട് നമ്മൾ പിന്നെയും വെച്ചേക്കുന്ന ലെവല് 23,424 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പോൾ ഇത്രയും ലെവൽസാണ് നിങ്ങൾ നാളത്തേക്ക് വാച്ച് ചെയ്യാനുള്ളത്. വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബെയറിഷ് ആണ്.
അതേപോലെ ഡെയിലി പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡെയിലി പെർസ്പെക്റ്റീവിൻ്റെ സൈഡിലോട്ട് പോകുമോ വീക്ക്ലി പെർസ്പെക്റ്റീവിൻ്റെ സൈഡിലോട്ട് പോകുമോ എന്ന് നമുക്കൊരു 2 days കഴിയുമ്പോൾ മനസ്സിലാവും. വളരെ ഈസി. നമ്മൾ വളരെ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും മാർക്കറ്റിനെ റീഡ് ചെയ്യുക. കൂടുതൽ ടെൻസ്ഡ് ആവാതെ മാർക്കറ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ലെവൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേയിലേക്കുള്ള ലെവൽ എക്സാക്ട്ലി മാർക്കറ്റ് ആ ലെവൽസിനെയൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തായിരുന്നു. നമുക്ക് ഫ്രൈഡേയിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. അവർക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള എൻട്രി കിട്ടി. നമ്മുടെ ലെവൽസിനെയെല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെൻസ്ഡ് ആവാതെ മാക്സിമം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡുകൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോകാവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.